കൊട്ടാരം പോലുള്ള ഒരു വീടും അതിരിക്കുന്ന പറമ്പും ഞാൻ വിലയ്ക്ക് വാങ്ങിയ എന്റെ ആധാരം ഇത്. ഇപ്പൊ ഒന്നല്ല, ഇതുപോലൊരു 9 വീട് വിലയ്ക്ക് വാങ്ങാനുള്ള സ്ഥിതി എനിക്കുന്നുണ്ട്. പക്ഷേ ഈ വീട് തന്നെ ആദ്യം എന്റെ കയ്യിലേക്ക് വന്നു ചേർന്നത് ദൈവത്തിന്റെ മാജിക്കാ. ഇനി അത് തീരെ ചെറുതാണെങ്കിൽ, സൗകര്യങ്ങൾ തീരെ കുറവാണെങ്കിൽ വിശാലമായ വേറെ സ്ഥലങ്ങളുണ്ട്. റെയിൽവേ പുറമ്പോക്ക്, ബസ് സ്റ്റാൻഡ്, അവിടെയൊക്കെ ഇഷ്ടംപോലെ പാവങ്ങളും ഉണ്ട്. വല്യമാവിന് വേണമെങ്കിൽ അവരെയൊക്കെ സഹായിക്കുകയും ചെയ്യാം. വലിയ മനസ്സുള്ള ആളല്ലേ. ദീപു വാ. ഇത് സർ, ആധാരം, മുന്നാധാരം, എഗ്രിമെന്റ്സ് തുടങ്ങിയ റെക്കോർഡ്സ് ആണ്. ഈ രജിസ്ട്രേഷൻ സംബന്ധമായ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞോ? കഴിഞ്ഞു സർ. ആ വീടും വസ്തുവും ഇപ്പൊ സാറിന്റെ പേരില. സെയിൽ ഡീലാണ്. ഇനി പൊസിഷൻ സർട്ടിഫിക്കറ്റും വാങ്ങണം, ലാൻഡ് ടാക്സും അടയ്ക്കണം.
അതൊക്കെ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് പിറകെ ചെയ്യാം. ഹാ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി ഓഫീസ് വെച്ച് കാണാം സാർ. ശരി. ശരി. അവരാരാ മോനെ? പറയാം. ഞാൻ പറയാമോന്ന കാര്യം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഏ? 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ നിന്ന് നമ്മളെ ആ വീട്ടുകാരെല്ലാരും ചേർന്ന് അപമാനിച്ച് അടിച്ചിറക്കി വിട്ടു. പണക്കാരനല്ലാതായി പോയി എന്നതാ നമ്മൾ ചെയ്ത കുറ്റം. പാവപ്പെട്ടവരെന്നതിന്റെ പേരിലായിരുന്നു നമ്മൾ ഇത്രയും നാള് നാണം കെട്ടതും നമ്മളെ ഒരു നാണം കെടുത്തിയതും. കീറി മുറിക്കപ്പെട്ട മനസ്സോടെ തകർന്ന നമ്മളെല്ലാവരും അന്നാ പടി ഇറങ്ങി പോകുന്നത്. അതൊക്കെ അവസാനിച്ചില്ലേടാ, നീ അതൊക്കെ വിട്ടുകളാ. അതെല്ലാം അവസാനിച്ചു. പക്ഷേ ഞാൻ അവിടെ നിന്ന് ആരംഭിച്ചു. ഞാൻ ആരംഭിച്ചതുകൊണ്ടായിരിക്കാം ദൈവം ദേ ഇത് എന്റെ കയ്യിൽ കൊണ്ടു തന്നത്. മോൻ എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ? ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല. ആദ്യം അമ്മ ഇതൊന്ന് വാങ്ങ്, പ്രാർത്ഥനയോടെ വാങ്ങിക്കേ. കൊട്ടാരം പോലുള്ള ഒരു വീടും അതിരിക്കുന്ന പറമ്പും ഞാൻ വിലയ്ക്ക് വാങ്ങിയ എന്റെ ആധാരം ഇത്. ഇപ്പൊ ഒന്നല്ല, ഇതുപോലൊരു 9 വീട് വിലയ്ക്ക് വാങ്ങാനുള്ള സ്ഥിതി എനിക്കുന്നുണ്ട്. പക്ഷേ ഈ വീട് തന്നെ ആദ്യം എന്റെ കയ്യിലേക്ക് വന്നു ചേർന്നത് ദൈവത്തിന്റെ മാജിക്കാ. ഞാൻ വിലയ്ക്ക് വാങ്ങിച്ച വീട് ആരുടേതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് സങ്കല്പിക്കാവോ? പ്രതാപവർമ്മ സാറിന്റെ ബംഗ്ലാവ് വിറ്റു. ആ വീട് ഇടനിലക്കാരായ ബിനാമികളെ വെച്ചിട്ട് ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചു. ആ വീട് ഇപ്പൊ നമ്മുടേതാ. അതിന്റെ ആധാരമാണ് അമ്മയുടെ കയ്യിൽ പിരിക്കുന്നത്. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യം, സത്യം, സത്യം. എന്റെ ദൈവമേ! അപ്പൊ വർമ്മ സാറിനും കുടുംബത്തിനും എന്ത് പറ്റി? മുഴുവനായിട്ടൊന്നും എനിക്കറിയില്ല ചാ. എന്തായാലും കടം കയറിയിട്ടായിരിക്കുമല്ലോ വീടും സ്ഥലമൊക്കെ വിറ്റത്. അപ്പൊ വർമ്മ സാറും കുടുംബവും കുത്തുപാള എടുത്തു. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ കണ്ണൻ ചിരട്ട കൂടി കൊണ്ട് കൊടുക്കുമായിരുന്നു. അയ്യക്കോ അത് തന്നെ വേണം, അങ്ങനെ തന്നെ വരണം. അമ്മ ഓർക്കുന്നുണ്ടോ എല്ലാം? അന്ന് അവരെല്ലാവരും കൂടെ അവിടെ കാട്ടിക്കൂട്ടിയത്. നമ്മുടെ ചെറുക്കനെയും നമ്മളെ നാണം കെടുത്തിയത്